എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ CPM-ൻ്റെ സൈദ്ധാന്തിക ആചാര്യനായിട്ടുള്ള അവരുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ പുതിയൊരു തിയറിയുമായി ഇറങ്ങിയിട്ടുണ്ട്. മുൻപൊരിക്കൽ അദ്ദേഹം ഒരു തിയറി, അതിൻ്റെ വിശദീകരണം ഒക്കെ തന്നെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കേരയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപ്പം തിയറിയായിരുന്നു. അതായത് എങ്ങനെയാണ് കേരയിൽ സിൽവർ ലൈൻ ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ, അതിവേഗ ട്രെയിനുകൾ വന്നു കഴിഞ്ഞാൽ കൂറ്റനാടുള്ള അപ്പം നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അപ്പം നിർമ്മിച്ചതിന് ശേഷം അതുമായി ട്രെയിനിൽ കയറി വന്ന് എറണാകുളത്ത് ഞൊടിയിടയിൽ അതെല്ലാം തന്നെ വിറ്റ് തീർന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു കാപ്പിയും കുടിച്ച് തിരിച്ച് നാട്ടിലേക്ക്, കൂറ്റനാട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിൽ ആശയപരമായിട്ടുണ്ടായിരുന്ന വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതാപരമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിശക് എന്ന് പറയുന്നത് തന്നെ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കൂറ്റനാട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീ MV ഗോവിന്ദൻ്റെ അപ്പം തിയറി എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ ന്യൂനത എന്നതിനെക്കുറിച്ച് ഇപ്പോൾ അദ്ദേഹത്തിനും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പിന്നീട് അധികം അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പത്തിൽ നിന്ന് AI ഒരു പരിവർത്തനമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ തിയറി, വിശദീകരണം ഒക്കെ വന്നിരിക്കുന്നത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന മേഖലയിലാണ്. അതിനെക്കുറിച്ച് വിശദീകരണം നടത്തി, അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ അതിനെ കാര്യമായി ചർച്ച ചെയ്തു. അങ്ങനെ ഇപ്പോൾ AIRലാണ് അഥവാ AI എയറിലാണ് എന്ന് പറയുന്നതാണ് സത്യം. എന്താണ് അദ്ദേഹത്തിൻ്റെ AI തിയറി എന്നുള്ളത് ആലോചിച്ച് നോക്കുക. കമ്മ്യൂണിസവുമായിട്ടോ സോഷ്യലിസവുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത സാധാരണ ഒരു ടെക്നോളജിയാണ് AI. കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന, കുറേയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കാവുന്ന, സമസ്ത മേഖലകളിലും ഒരുപക്ഷെ ആപ്ലിക്കേഷൻ ഉണ്ടാകാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ടെക്നോളജിയാണ് AI. അതിനെ വളരെ ജനകീയമാക്കി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മുതൽ വലിയ സാങ്കേതിക മേഖലയിലേക്ക് ഒക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന, മനുഷ്യരെ വെച്ചും മനുഷ്യരില്ലാതെയും ഉപയോഗിക്കാവുന്ന വിവിധ മേഖലകളിൽ ആപ്ലിക്കേഷനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് AI എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ നമുക്ക് AI ഉപയോഗിക്കാവുന്ന നിരവധി ആപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ജനറേറ്റീവ് AI ഉപയോഗിക്കാവുന്ന നിരവധി ആപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളൊക്കെ തന്നെ ഇതിനെ ഒരു അഡീഷണൽ സർവീസായിട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ChatGPT പോലെയുള്ള, ജെൻക്രാഫ്റ്റ് പോലെയുള്ള കുറേയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളും സർവീസും ഒക്കെ ഇപ്പോൾ AI മേഖലയിലുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ ശ്രീ ഗോവിന്ദൻ്റെ AI തിയറി എങ്ങനെയാണ് എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് AI ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അത് സോഷ്യലിസത്തിലേക്കുള്ള ഒരു യാത്രയിൽ കലാശിക്കും, അവസാനം സോഷ്യലിസ്റ്റ് വിപ്ലവം ഉണ്ടാകും എന്ന മട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത്, നിലവിൽ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കയ്യിലാണ്. മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി അനുസരിച്ച് തന്നെ സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ദരിദ്രരെ അതിദരിദ്രരാക്കുകയും ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം ഉൽപ്പന്നങ്ങൾ ഈ വലിയ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കുകയും അത് മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്യും. എന്നാൽ AIയുടെ വരവോടെ പല തൊഴിലുകളും ഇല്ലാതെയാകും എന്നതുകൊണ്ട് ഏതാണ്ട് 60% വരുന്ന തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ 60% തൊഴിലാളികൾ ജോലി നഷ്ടപ്പെട്ട് പൊതുസമൂഹത്തിലേക്ക് വരികയും അവരുടെ ക്രയവിക്രയ ശേഷി അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള വാങ്ങൽ ശേഷി കാര്യമായി കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്രാജ്യത്വ ശക്തികൾ AI മൂലം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ വാങ്ങുന്നതിനായിട്ടുള്ള വാങ്ങൽ ശേഷി ഇല്ലാത്ത വലിയൊരു വിഭാഗം ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ആരും വാങ്ങാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിത്തം തകരുകയും അങ്ങനെ സാമ്രാജ്യത്വ ശക്തികളുടെ ധനസ്ഥിതിയൊക്കെ തന്നെ താഴ്ന്നു വരികയും അങ്ങനെ അവരും സാധാരണക്കാരും തമ്മിലുള്ള സാമ്പത്തിക അന്തരം കുറഞ്ഞു വരികയും അത് അവസാനം സോഷ്യലിസത്തിൽ കലാശിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഭാവനയാണ്. പക്ഷേ ഭാവനയിൽ യുക്തി തിരയാൻ പാടില്ല എന്ന് പലരും പറയുമെങ്കിലും ഈ കാര്യത്തിൽ യുക്തി അന്വേഷിച്ച് മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ പറഞ്ഞ കേരയിൽ സിൽവർ ലൈൻ അപ്പം തിയറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള പ്രശ്നം കൂറ്റനാട് എന്ന സ്ഥലത്ത് ആ ട്രെയിനിന് സ്റ്റോപ്പില്ല എന്നുള്ളതായിരുന്നെങ്കിൽ, ഇത്തവണ AIയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്നാമത്തെ കാര്യം AI ഉൽപ്പന്നം എന്ന രീതിയിലത്തേക്ക് ഒരു സാധനത്തിനെ മാർക്കറ്റിലേക്ക് ഇറക്കുകയല്ല, മറിച്ച് അത് പലതരത്തിലുള്ള സർവീസുകളായിട്ട് ആൾക്കാർക്ക് ലഭ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്ന 60% ആൾക്കാരുണ്ട് എങ്കിൽ അങ്ങനെയുള്ള 60% ആൾക്കാരും പിന്നീട് തൊഴിലില്ലാതെ പട്ടിണി കിടന്ന് ദരിദ്രനാരായണന്മാരായി മരിക്കാൻ പോവുകയല്ല എന്നുള്ളതാണ് ശ്രീ ഗോവിന്ദൻ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്കില്ലുകൾ, ഒന്ന് സർവൈവൽ, 2 അഡാപ്റ്റേഷൻ എന്നതാണ്. അതായത് അതിജീവനവും മറ്റൊന്നിനോട് താതാത്മ്യം പ്രാപിച്ച് അതിനോട് ഒത്തുപോവുക എന്നുള്ളതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എവല്യൂഷനിൽ, അവൻ്റെ പരിണാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്ന 2 ഗുണങ്ങളാണ്.
അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലായ്പ്പോഴും പുതിയ സാഹചര്യത്തിനനുസരിച്ച് മാറാനായിട്ട് ശ്രമിക്കും. ഒരു കാലത്തേക്ക് നമ്മളൊന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടെലിഫോൺ ബൂത്തുകൾ സർവ്വസാധാരണമായിരുന്നു. പ്രത്യേകിച്ച് 1990-കൾക്ക് മുമ്പുള്ള ആൾക്കാർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ്. അന്നുണ്ടായിരുന്ന ഭേദപ്പെട്ട ഒരു ബിസിനസ് മോഡലായിരുന്നു ഇത്. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ടെലിഫോൺ ബൂത്തുകൾ ഉണ്ടായിരുന്നു. മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ STD ISD എന്നൊക്കെ എഴുതിയിരുന്ന ബോർഡുകൾ നമുക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ഇതിനെ ഒരു വലിയ ബിസിനസ് മാർഗമായി കണ്ടിരുന്ന ആൾക്കാർ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ടെലിഫോൺ എന്ന സൗകര്യം എല്ലാ വീടുകളിലേക്കും എത്തുമെന്നും പിന്നീട് അത് കൂടുതൽ പരിണമിച്ച് ഒരു ചെറിയ ഗാഡ്ജറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന രീതിയിലത്തേക്ക് അതിനൊരു പരിവർത്തനം സംഭവിക്കുമെന്നും. ആ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന ആൾക്കാർ പോലും പിന്നീട് ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയും ടെലിഫോൺ ബൂത്തുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യ പല മേഖലകളിലും നമ്മുടെ നാട്ടിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റത്തിനെ എല്ലാം തന്നെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് അതേപോലെ അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മാറി വരുന്ന സാഹചര്യങ്ങൾക്കും മാറി വരുന്ന സാങ്കേതിക വിദ്യയ്ക്കും അനുസരിച്ച് ഒത്തുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായിട്ട് നമുക്ക് ആൾക്കാരോട് നിർദ്ദേശിക്കാൻ കഴിയുന്ന കാര്യം. നമ്മളെല്ലായ്പ്പോഴും സ്വയം അപ്ഗ്രേഡ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് അതിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ നമ്മൾ അവെയർ ആയിരിക്കുക. അങ്ങനെ സർവൈവൽ പ്ലസ് അഡാപ്റ്റേഷൻ എന്നുള്ള ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. അതല്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്ത് ടെലിഫോൺ വരുന്ന സമയത്ത് പിന്നീട് ഇമെയിലുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെതിരെ വലിയ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. അങ്ങനെ പോയി നമ്മൾ പോസ്റ്റ്മാൻ്റെ ജോലി ഇവിടെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തപാൽ വകുപ്പിനെ നിലനിർത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ടെക്നോളജി ഒന്നും നമുക്ക് വേണ്ട എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ വാർത്താവിനിമയ സംവിധാനം സൗകര്യങ്ങളൊക്കെ തന്നെ എവിടെ പോയി നിൽക്കുമായിരുന്നു എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് മനുഷ്യൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്, അവൻ്റെ ഐഡിയോളജി ഏതായിരുന്നുവെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ MV ഗോവിന്ദന് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമായിരിക്കണം CPM എങ്ങനെയാണ് കമ്പ്യൂട്ടറൈസേഷനെ എതിർത്തത് എന്ന്. കമ്പ്യൂട്ടറിനെ തൊഴിൽ തിന്നുന്ന ബഗൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ശ്രീ MV ഗോവിന്ദൻ അടക്കം CPMൻ്റെ സൈദ്ധാന്തികർക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. തൊഴിലാളി വർഗ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതി പണ്ട് കമ്പ്യൂട്ടറിനെതിരെ നയിച്ച സമരത്തിനോടൊപ്പമായിരുന്നു നമ്മുടെ നാട് നിന്നിരുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സ്ഥിതി എന്തായിരുന്നു എന്നാലോചിച്ച് നോക്കുക. നമ്മളിവിടെ മാറ്റങ്ങൾക്ക് തയ്യാറായി. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസേഷൻ എന്നത് എല്ലാ മേഖലകളിലും വ്യാപകമായി വരികയും ചെയ്തു. കമ്പ്യൂട്ടറൈസേഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത മേഖലകൾ തന്നെ തീരെയില്ല, വിരളമായി എന്ന് നമുക്ക് പറയാനും കഴിയും. അത് ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് വിവിധ കോഴ്സുകളുണ്ടായി. അതിൻ്റെ പേരിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ടായി. നമ്മുടെ നാട്ടിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന തദ്ദേശവും വിദേശവുമായിട്ടുള്ള കമ്പനികളുണ്ടായി. കൂടുതൽ ആൾക്കാർക്ക് ഉയർന്ന വരുമാനത്തിൽ തൊഴിൽ ലഭിച്ചു. അങ്ങനെ കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് എന്തൊക്കെ തൊഴിലുകളെയാണോ അത് ഇല്ലാതെയാക്കുമായിരുന്നു എന്ന് ഭയപ്പെട്ടിരുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള തൊഴിലവസരങ്ങൾ, കൂടുതൽ ക്രിയേറ്റീവായി ആൾക്കാർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്പേസ്, ഇതെല്ലാം തന്നെ ഉണ്ടായത് കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടാണ്. നമ്മൾ ഇന്ന് ഈ ഒരു മാർഗ്ഗത്തിൽ കൂടി, ഈ ഒരു മാധ്യമത്തിൽ കൂടി ഈ വിഷയത്തിനെപ്പറ്റി സംസാരിക്കുന്നതുമെല്ലാം തന്നെ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഗുണഗണങ്ങളിൽ പെടുന്ന കാര്യമാണ്. ഒരു നിലയ്ക്ക് ആലോചിച്ചാൽ ഒരു 100-150 വർഷം മുൻപ് ആൾക്കാർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, വാർത്താവിനിമയത്തിനായിട്ട് എന്തൊക്കെ ഉപാധികളാണ് സ്വീകരിച്ചിരുന്നത് എന്നത് ആലോചിച്ച് നോക്കുക. കത്തുകൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാലത്തെപ്പറ്റി ആലോചിച്ച് നോക്കുക. ദൂരസ്ഥലത്തേക്ക് ഒരു വിവരം അറിയിക്കാനായി ഒന്നുകിൽ നേരിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു കുറിമാനം എഴുതി ഒരാളിനെ അതിനായി ചുമതലപ്പെടുത്തണം. അങ്ങനെ പോകുന്ന ഒരാൾ എത്ര ദിവസം യാത്ര ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക, എന്നിട്ട് അവിടെ നിന്ന് ഒരു മറുപടി സ്വീകരിച്ചതിന് ശേഷം തിരിച്ചെത്തുക. ഇതിന് ഒരാഴ്ച സമയമെടുത്തിട്ടുണ്ട് എങ്കിൽ ഇന്ന് അത് കേവലം 1 മിനിറ്റിൽ താഴെ മാത്രം വരുന്ന ഒരു എക്സസൈസാണ്. നിങ്ങൾക്കൊന്നുകിൽ ഫോണിൽ ഒരു മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ ഫോണിൽ വിളിക്കാം. നിങ്ങൾക്ക് മറ്റു മാർഗ്ഗങ്ങളുമുണ്ട്, ഇമെയിൽ പോലെയുള്ള പല മാർഗ്ഗങ്ങളുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ അപ്പുറത്തുള്ള ആളിനെ എത്തിക്കുകയും അയാളിൽ നിന്ന് ഒരു പ്രതികരണം ലഭിക്കുകയും ചെയ്യുന്നതിന് ഇന്ന് സാധിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരാഴ്ച ഒരാൾ ഇതിനെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് അതിന് 1 മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ആൾക്കാരെക്കാൾ എത്രയോ കൂടുതൽ ജീവിതം നമ്മൾ ഇതിനോടകം തന്നെ അനുഭവിച്ച് തീർന്നിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കുക. പണ്ട് കാലത്ത് ഈ രീതിയിലുള്ള വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ ഒരുപക്ഷെ 60 വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരാളിനേക്കാൾ കൂടുതൽ ജീവിത പരിചയം, കൂടുതൽ സമയം ഒക്കെ തന്നെ ഇന്നുള്ള ഒരു 20-കാരനുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീരെ അതിശയോക്തിയാവില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പിന്നീട് കത്തുകൾ വന്നു. ആ കത്തുകൾ വന്നപ്പോൾ ഈ സമയം കുറച്ചുകൂടി കുറഞ്ഞു. കാരണം വ്യവസ്ഥാപിതമായിട്ടുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം അവിടെ ഉണ്ടാകുന്നു. പിന്നീട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ ടെലിഫോണുകൾ വന്നു. പിന്നീട് മൊബൈൽ ഫോണുകളായി മറ്റുള്ള മാർഗ്ഗങ്ങളായി മാറിയിരിക്കുന്നു.
ഈ മാർഗത്തിലൂടൊന്നും തന്നെ ലോകത്ത് ഒരിടത്തും ഒരു ജനതയും പുറംതിരിഞ്ഞ് നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ രീതിയിലത്തേക്കുള്ള സമാനമായിട്ടുള്ള അഭിവൃദ്ധി ഒരുപക്ഷെ പല ലോകരാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും നമുക്കറിയാവുന്നതാണ്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിൽ നിശ്ചയമായും ഇന്നത്തെ കാലത്തെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറയുന്നത് AI ആണ്. അതിൻ്റെ തന്നെ വിവിധ തലങ്ങളുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കുന്നത് ജനറേറ്റീവ് AI എന്ന രീതിയിൽ നമ്മുടെ മൊബൈൽ ഡിവൈസുകളിലായിരിക്കാം. സെർച്ച് എഞ്ചിനുകളടക്കം നിരവധി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് AI-ക്കായിട്ടുണ്ട്. അപ്പോൾ AI-യുടെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ജനതയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. AI ആൾക്കാരുടെ തൊഴിലിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം ആൾക്കാരുടെ തൊഴിലിനെ അത് റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ സർവൈവൽ, അഡാപ്റ്റേഷൻ എന്നീ 2 സ്കില്ലുകൾ അനിവാര്യമാണ്. അതല്ലാതെ അനിവാര്യമായി ഉണ്ടാകുന്ന ഒരു സാങ്കേതിക മാറ്റത്തിനെ നമുക്ക് ഈ സാങ്കേതിക മാറ്റം വേണ്ട, തൊഴിൽ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ മുഖം തിരിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു പോളിസി ഡിസിഷനും നമുക്ക് എടുക്കാനും സാധ്യമല്ല. AI എന്നതിനെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ വളരെ വിജിലൻ്റായിട്ട് ഉപയോഗിക്കണം എന്ന് നിർദ്ദേശിക്കാം എന്നതിനപ്പുറത്തേക്ക് AIയെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന രീതിയിലത്തേക്ക് നമ്മൾ പോകണം എന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അതിൽ AI എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെപ്പറ്റി കൃത്യമായി അറിയുക, അതിനെക്കുറിച്ച് പഠിക്കുക. ആ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് വെച്ചാൽ അതിന് അനുസരിച്ച് നമ്മൾ കൂടുതൽ അപ്ഗ്രേഡഡ് ആകുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സർവൈവലിൻ്റെ, അഡാപ്റ്റേഷൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാർഗം. സ്പേസ് എക്സ്, ടെസ്ല, എക്സ് എന്നീ കമ്പനികളുടെയൊക്കെ സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് പറഞ്ഞതുപോലെ നിങ്ങളെ റീപ്ലേസ് ചെയ്യുന്നത് AI ആവില്ല, AI കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മറ്റൊരു മനുഷ്യനായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ AI എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും തന്നെ ശ്രമിക്കുക. നമ്മുടെ തൊഴിൽ മേഖലയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ഒരു പക്ഷേ ഇനി നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ അവസരങ്ങളിലാണെങ്കിലും തൊഴിലവസരങ്ങളിലാണെങ്കിലും അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റം AI ആയിരിക്കും കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ AI-യുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള കരിക്കുലം കോഴ്സുകളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ എന്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വരെ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഈ മേഖലയിലും ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രീ MV ഗോവിന്ദൻ അടക്കം തങ്ങളുടെ ഭാവനാവിലാസത്തിനെയൊക്കെ തന്നെ ഒരു തിരക്കഥ എഴുതുന്ന രീതിയിലത്തേക്ക് മാറ്റിയതിന് ശേഷം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. AI എന്ന് പറയുന്നതിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള സോഷ്യലിസം ഒന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ഇവിടെ ഉണ്ടാകാനും പോകുന്നില്ല. കാരണം ആൾക്കാർ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുകയാവില്ല. കാരണം അവരുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതലായി അഡാപ്റ്റ് ചെയ്യാനായിട്ട് സ്വയമേവ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ടെക്നോളജി വരുന്ന സമയത്ത് അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് സ്വയം എളിഭ്യരാകാതിരിക്കാൻ ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനവും സുഹൃത്തുക്കളും ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇനി ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള ഉദാഹരണങ്ങളും തിയറികളും ഒക്കെ കൊണ്ടുവരുന്നതിന് ശ്രീ MV ഗോവിന്ദനോടുള്ള അഗൈതവമായിട്ടുള്ള നന്ദി ഈ വിഷയത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹം നല്ല ഒരു സിനിമാ തിരക്കഥാകൃത്തായി മാറാനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹത്തിന് മുന്നിലേക്ക് വിനീതമായി വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗോവിന്ദൻ മാഷിന് വിപ്ലവ അഭിവാദ്യങ്ങൾ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്, ലാൽ സലാം.